വായ്പുണ്ണിന്റെ അസഹ്യമായ നീറ്റൽ സഹിക്കാനാകുന്നില്ലേ? കാരണങ്ങൾ അറിയാം. എന്താണ് പരിഹാരം? ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക്. പലർക്കും വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസ്ഥയാണ് വായ്പുണ്ണ്. കുട്ടികളിലും മുതിർന്നവരിലും ഒരുപോലെ കാണുന്ന പ്രശ്നമാണിത്. ചുണ്ടിലും നാവിലും കവിളിലുമൊക്കെയായി ഉണ്ടാകുന്ന ഈ ചെറിയ വ്രണങ്ങൾ കുറച്ചൊന്നുമല്ല ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത്. വിറ്റാമിനുകളുടെ കുറവ്, പ്രതിരോധശേഷിക്കുറവ്, മാനസിക സമ്മർദ്ദം, ഉറക്കക്കുറവ് തുടങ്ങിയവയാണ് വായ്പുണ്ണുണ്ടാകുന്നതിനുള്ള പ്രധാന കാരണങ്ങൾ. ചിലർക്ക് എരിവ് കൂടിയ മസാലകൾ ചേർന്ന ഭക്ഷണങ്ങൾ കഴിച്ചാലും വായ്പുണ്ണ് ഉണ്ടാകാറുണ്ട്. എന്താണ് വായ്പുണ്ണ്? വായിലെ ശ്ലേഷ്മസ്തരത്തിൽ അടിക്കടി ഉണ്ടാകുന്ന നീർവീക്കം കാരണമുണ്ടാവുന്ന ഒരു അവസ്ഥയാണ് വായ്പുണ്ണ്. അസഹ്യമായ നീറ്റലും വേദനയും ഈ അവസ്ഥയുടെ പ്രത്യേകതയാണ്. ഇവയെ മൂന്നായി തിരിക്കാറുണ്ട്. ഒന്ന്, ലഘുവായത്. ഇവ വൃത്താകൃതിയിലും ദീർഘവൃത്താകൃതിയിലും കാണപ്പെടാറുണ്ട്. ചാരനിറത്തിലുള്ള പാട ഇവയെ മൂടുന്നതായി കാണാം. ചുണ്ടിന്റെ ഉൾഭാഗത്തും കവിളിന്റെ ഉൾഭാഗത്തും നാവിന്റെ അരികിലോ അടിഭാഗത്തോ ഒക്കെ കാണപ്പെടുന്ന ഇവ 2 ആഴ്ച കൊണ്ട് അപ്രത്യക്ഷമാവുന്നു. ഇവയ്ക്ക് 10 മില്ലിമീറ്ററിൽ താഴെയേ വലുപ്പമുണ്ടാവൂ. 2, സങ്കീർണമായ തരം. 10 മില്ലിമീറ്ററിൽ കൂടുതൽ വലുപ്പമുള്ളവ ഇവ കുറച്ചുകൂടി ആഴത്തിൽ കാണപ്പെടുന്നു. ചുണ്ടിലും അണ്ണാക്കിലും മേലെണ്ണാക്കിലും ഒക്കെയായുള്ള ഈ ഗണത്തിൽപ്പെട്ടവ 6 ആഴ്ചയിലേറെ സമയമെടുത്ത് അപ്രത്യക്ഷമാവാറുള്ളൂ. 3, കൂട്ടമായി കാണുന്ന തരം. 2 മുതൽ 3 മില്ലിമീറ്റർ വലുപ്പത്തിൽ 10 മുതൽ 100 വരെ കൂട്ടമായി കാണപ്പെടുന്ന വായ്പുണ്ണുകളാണ് ഈ ഗണത്തിൽപ്പെടുന്നത്. ഇവ ചുണ്ടിലും നാക്കിലും മോണയിലും കൂടുതലായി കാണാറുണ്ട്. സ്ത്രീകളിലാണ് ഇവ പുരുഷന്മാരെക്കാൾ കൂടുതൽ ഉണ്ടാകാറ്. ഇവ 1 മാസം വരെ നീണ്ടു നിൽക്കാറുണ്ട്. കാരണങ്ങൾ: പോഷകക്കുറവ്, അണുബാധ, വിളർച്ച, ശരീരം തന്നെ സ്വന്തം പ്രതിരോധശേഷി കുറയ്ക്കുന്ന തരം അസുഖങ്ങൾ, മാനസിക സമ്മർദ്ദം, വിഷാദരോഗം, രക്താർബുദം അഥവാ ലുക്കീമിയ, റേഡിയേഷൻ ചികിത്സ എടുക്കുന്നവരിൽ, ഉദരരോഗ പ്രശ്നങ്ങൾ ഉള്ളവരിൽ, ഉമിനീർ ഗ്രന്ഥികളെ ബാധിക്കുന്ന നീർവീക്കം, ജനിതക ഘടകങ്ങൾ, സ്ഥിരമായി സംഭവിക്കുന്ന വായിലെ മുറിവുകൾ. എങ്ങനെ തടയാം? ദന്തശുചിത്വം നന്നായി പാലിക്കുക. പല്ലുകൾക്കിടയിൽ കുടുങ്ങിയ ഭക്ഷണാവശിഷ്ടങ്ങൾ ഫ്ലോസ് അഥവാ പല്ലിട ശുചീകരണ ബ്രഷ് ഉപയോഗിച്ച് നീക്കം ചെയ്യുക. മൃദുവായ നാരുകൾ അടങ്ങിയ ബ്രഷ് ഉപയോഗിക്കുക. സമീകൃതമായ പോഷകസമ്പുഷ്ടമായ ആഹാരം ശീലമാക്കുക. നീർവീക്കം ഉണ്ടാക്കുന്ന മറ്റ് ഉദര പ്രശ്നങ്ങൾ, പ്രമേഹം പോലുള്ള രോഗങ്ങൾ തുടങ്ങിയവ യഥാസമയം ചികിത്സിച്ച് നിയന്ത്രിച്ച് നിർത്തുക.